ഹായ് 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1465 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹനീത് ക്ലാസിന്റെ പരിപാടിയിലേക്കാണ് സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ആളുകൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീടിന്റെ എലിവേഷൻ ഡിസൈനും പ്ലാനിംഗ് ആണ്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 170-300 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് എടുക്കുന്നത്. 360-300 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ സൈസ്. അടുത്ത് ഡൈനിങ് ആണ്. ഡൈനിങ് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. 360-300 സെന്റിമീറ്റർ എന്ന അളവിലാണ് 2 പേർക്ക്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം വേണമെങ്കിൽ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് മാറ്റി ഉപയോഗിക്കാവുന്നതൊക്കെയാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. 433 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്ന ഫസ്റ്റ് ഫ്ലോറിന്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1032 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. 360-300 സെന്റിമീറ്റർ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ബെഡ്റൂമിന്റെ സൈസ് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വീടിന്റെ പ്ലാനും ഡിസൈനും ആണല്ലോ. നമുക്ക് ഈ ഒരു വീടിന്റെ 3D കട്ട് ഓഫ് പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ പ്ലാനുള്ള കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഇപ്പോൾ ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് കാണാം. അടുത്തത് ലിവിംഗ്, സോഫയും ടി വിയും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഡൈനിങ് വരുന്നുണ്ട്. അതുപോലെ കിച്ചൺ വർക്ക് ഏരിയ, 2 ബെഡ്റൂമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, ബാത്റൂമുകളും. നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓരോ സ്റ്റേജ് വൈസ് എത്ര വരും എന്നുള്ളത് പറയാം. അതിന് ശേഷം അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫൗണ്ടേഷന്റെ കോസ്റ്റ് ആണ്. 3,41,500 രൂപയാണ് ഈ വീടിന്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കാനായിട്ട്. നമുക്കിപ്പോൾ 1400 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ടെങ്കിലും 1000 സ്ക്വയർ ഫീറ്റ് അടുത്താണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷനാണ് 3,41,500 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് അതിന്റെ ബ്രിക്ക് വർക്ക്, അതുപോലെ ലിൻഡൽ സൺഷെയ്ഡ്, വാർക്ക വരെയുള്ള റൂഫ് സ്ലാബ് വരെയുള്ള കോസ്റ്റാണ് പറയുന്നത്. 11,58,000 രൂപയാണ് ആ ഒരു സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ വർക്ക് ഇത്ര കംപ്ലീറ്റ് ആകുമ്പോൾ ഫൗണ്ടേഷനും അതിന്റെ സ്ട്രക്ചർ വർക്കും വരുമ്പോൾ 14,99,000, ഏതാണ്ട് 15 ലക്ഷം രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തതായിട്ട് എൻ്റെ ഫിനിഷിംഗ് വർക്കുകളാണ്. പെയിന്റിങ്, പ്ലാസ്റ്ററിങ്, ടൈല്, അതുപോലെ ഡോർ, വിൻഡോ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് 14,26,922 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പം അങ്ങനെ ആകെ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് 29,26,552 രൂപയാണ് നമുക്ക് ബജറ്റ് വരിക. അപ്പം ഇനി സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ 1,998 രൂപ പെർ സ്ക്വയർ ഫീറ്റ്, അതായത് നിയർലി 2,000 രൂപ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. എർത്ത് വർക്ക്, നമ്മൾ തറയ്ക്ക് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നത്, അതുപോലെ നമ്മൾ സൈറ്റിൽ എന്തെങ്കിലും ലെവൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലെവൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു 10,000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അടുത്തത് കരിങ്കല്ല്, ഡബിൾ മെഷനറി, 1,29,000 രൂപയാണ് കരിങ്കല്ല് പണിക്ക് ലേബറും മെറ്റീരിയലും അടക്കം കോസ്റ്റ് വരുന്നത്. അടുത്തത് ബെൽറ്റാണ്. 74,500 രൂപയാണ് ബെൽറ്റിന്റെ കോസ്റ്റ്. അതിനുശേഷം തറയിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നതിൻ്റെയൊക്കെ കോസ്റ്റ് 68,266 രൂപയാണ് വരുന്നത്. പിന്നീട് അതിന് മുകളിൽ PCC കോൺക്രീറ്റ് 58,697 രൂപ വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് 3,41,500 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇനി ബ്രിക്ക് വർക്ക് 5,76,900 രൂപ, ലിൻഡൽ സൺഷെയ്ഡ് 1,30,900 രൂപ, റൂഫ് സ്ലാബ് വാർക്കയുടെ കോസ്റ്റ് 4,50,000 രൂപ. അങ്ങനെയാണ് നമുക്ക് 11,58,000 രൂപ ഈ ഒരു സ്റ്റേജിൽ കോസ്റ്റ് വരുന്നത്. ഇനി അതിന്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ പ്ലാസ്റ്ററിങ്, തേപ്പിന് 3,50,000 രൂപ വരുന്നുണ്ട്, പെയിന്റിങ് 2,62,000 രൂപ വരുന്നുണ്ട്, ടൈല് 2,68,000 രൂപ വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ് 3 ലക്ഷം രൂപ അതിന് വരുന്നുണ്ട്. പിന്നെ 2,50,000 അടുത്ത് ഡോറ്, വിൻഡോ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് 29,26,500 രൂപ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട്, അതായത് 1465 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീട് നിർമ്മിക്കാനായിട്ട് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് റേറ്റ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണ്. ഇപ്പോൾ എല്ലാ പ്ലോട്ടിലേക്കും ഈ ഒരു റേറ്റ് അപ്ലിക്കബിൾ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ സൈറ്റിന്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്കിപ്പോൾ, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മണ്ണിന് എത്ര ഉറപ്പുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, നമുക്കിപ്പോൾ ടിപ്പറുകളൊക്കെ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള പ്ലോട്ടാണ് അല്ലെങ്കിൽ ഒരു സൈറ്റ് ആണെങ്കിൽ കോസ്റ്റ് അതിനനുസരിച്ച് മാറും. പിന്നെ ഓരോ സ്ഥലങ്ങളിലെ മെറ്റീരിയൽസിന്റെ, ലോക്കലായിട്ട് കിട്ടുന്ന മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ തറയിൽ വരയ്ക്കുന്ന മണ്ണ്. ഇപ്പോൾ ഇവിടെ അതിന്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 55,000 രൂപ നമുക്ക് ആ മണ്ണിന് മാത്രമായിട്ട് കോസ്റ്റ് വരുന്നുണ്ട് തറയിൽ ഫില്ല് ചെയ്യാനായിട്ട്. അത് പല ജില്ലകളിലും പല റേറ്റ് ആണ് വരുന്നത്.
അത് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു റേറ്റ് ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് 2000 വന്നു എന്നുള്ളതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതിന് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇതിൽ കുറച്ച് കുറവിനും ചെയ്യാം, അതുപോലെ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ പ്ലാൻ റെഡി ആയി ചെയ്യാനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.